ഹായ് കൂട്ടുകാരെ, അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇരുതണ്ട് അവിയലാണ്. ഇരുതണ്ട് അവിയൽ എന്ന് പറയുമ്പം നമ്മുടെ ചേനയുടെ തണ്ടും അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് നമ്മൾ വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കുന്ന രണ്ട് ചേമ്പൻ തണ്ടും അതുപോലെ തന്നെ വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കുന്ന രണ്ട് ചേനത്തണ്ടും കൂടെ കട്ട് ചെയ്തുകൊണ്ട് വരണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ തൊലി എടുത്ത് കളയണം. ചേമ്പിൻ്റെ തണ്ടിൻ്റെ തൊലി എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ ചേനത്തണ്ടിൻ്റെ തൊലി എടുക്കുമ്പം ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും രണ്ടും കൂടി തയ്യാറാക്കുമ്പോൾ വളരെയധികം രുചി വരാം കേട്ടോ. അപ്പോഴും ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കഴുകിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങ് ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല. അപ്പം ചേമ്പിൻ തണ്ടും അതുപോലെ തന്നെ ചേനത്തണ്ടും കൊണ്ട് തയ്യാറാക്കിയ അവിയൽ ടേസ്റ്റ് ഇല്ലയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നല്ല രുചിയാട്ടോ നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്, നമ്മുടെ ചക്കക്കുരു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഞാൻ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട അരപ്പിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കഷ്ണം വെളുത്തുള്ളി, 1/2 സ്പൂണോളം കരിഞ്ജീരകം, അതുപോലെ കുറച്ച് കറിവേപ്പില, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 4-5 നല്ല മുളക്. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ പറ്റുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ പറ്റി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരവും കൂടെ ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇതിനകത്തേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ അവിയലിന് നല്ലൊരു ടേസ്റ്റ് ആട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്താലും മതിയാവും, പക്ഷേ തക്കാളിക്കാളും തൈരാണ് നല്ലത്. ഇനി നമുക്കിതിനകത്ത് കടുക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഉണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല ചേനത്തണ്ട് അവിയലും അതുപോലെ തന്നെ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടോ. വേറെ ഒരു കറിയും വേണ്ട, നമുക്ക് ചോറിന് മീൻകറി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത്രയ്ക്കും നല്ലൊരു രുചിയാണ്. അപ്പം കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും